മുട്ടിൽ മരമുറി കേസിൽ കണ്ടുകിട്ടിയ മരങ്ങൾ ലേലം ചെയ്യണമെന്ന ഹർജി കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ലേലത്തിന് അനുമതി തേടി സൗത്ത് വയനാട് DFO കോടതിയെ സമീപിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട് നിന്ന്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കുപ്പാടി ഡിപ്പോയിലാണ് ഈ മരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. 104 ഈട്ടി മരങ്ങൾ ഉൾപ്പെടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് മഴയും വെയിലുമേറ്റ് നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സൗത്ത് വയനാട് DFO ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ലേലം ചെയ്ത് ആ തുക സർക്കാരിന് മുതൽക്കൂട്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ലേല നടപടികൾക്ക് വേണ്ടിയുള്ള അനുമതി തേടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിൻ്റെ വാദമാണ് ഇന്ന് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേൾക്കുന്നത്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട KLC നടപടികളും പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ മന്ത്രി K രാജൻ കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ആരാഞ്ഞതാണ്. KLC നടപടി എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ സ്വഭാവമുള്ള നടപടിയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ ഈ പ്രതികൾ ഈ മുതൽ തങ്ങളുടേതാണെന്നും ഇതിന് സംരക്ഷണം നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുകയും അഭിഭാഷക കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ KLC നടപടികളുടെ ഭാഗമായി ഈ മരം നൽകിയ ആദിവാസികൾ, അതോടൊപ്പം തന്നെ കർഷകർ ഉൾപ്പെടെയുള്ള ഭൂവുടമകൾക്കെതിരെ പോലും വൻ തുക പിഴ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇവരെല്ലാം തന്നെ കബളിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിലപാടനുസരിച്ചാകും ഇനിയുള്ള തുടർ നടപടികൾ എന്നുള്ളതാണ്. താൽക്കാലികമായി KLCയുടെ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന ഈ ലേല നടപടികൾക്ക് കോടതി അനുമതി നൽകുമോ എന്നുള്ള കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിൽ ജോസൂട്ടി അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ എന്നിവരാണ് പ്രധാനപ്പെട്ട പ്രതികൾ. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കൂടി കടക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. SKN. ഓക്കെ, താങ്ക് യു.